അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് സർക്കാരിന് ഇതിനകത്ത് കൃത്യമായ നയമുണ്ട്. അത് ഓഗസ്റ്റ് 15 അത് വളരെ വ്യക്തമാവും സർക്കാരിൻ്റെ നയം എന്താണ് ഇക്കാര്യത്തിലെന്ന്. പിന്നെ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. നിയമം പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ച് അത് നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടുണ്ട്. ആ നിയമത്തിൽ അത് മുഴുവൻ പാടണമെന്നാണ് നിയമപരമായിട്ട് പറയണത്. പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്. അതിനെ അധിക്ഷേപിക്കുകയോ അത് ചെയ്യാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 3 വർഷം തടവ് വരെ കിട്ടുന്ന നിയമമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന UDFനും അതിനെക്കുറിച്ച് കൃത്യമായ ഒരു നിലപാടുണ്ട്. ആ നിലപാടനുസരിച്ചിട്ടേ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. അത് വിശദമായി അന്വേഷിക്കുക. കാര്യത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കും. വളരെ ഗൗരവതരമായ പരാതിയാണ് അത് സംബന്ധിച്ച് അത് കിട്ടിയിരിക്കുന്നത്. ഗൗരവത്തോടുകൂടി അന്വേഷിക്കുക. നമ്മളത് പാർലമെൻറ്റിൽ ഇപ്പോൾ ലോകസഭ അത് പാസ്സാക്കി. നമ്മൾ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. രാജ്യസഭയിൽ വരും പ്രതിഷേധിക്കും. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രതിഷേധം നമ്മൾ അറിയിക്കും. പിന്നെ അത് പാസ്സായി ആക്റ്റായി കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് നിയമപരമായ കാര്യങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ മെയിൻ പരാതി സ്റ്റേറ്റ് ലിസ്റ്റിലേക്കുള്ള എൻക്രോച്ചാണെന്നാണ്. ഭരണഘടനയുടെ ഷെഡ്യൂളിൽ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിൽ യൂണിയനാണ് അധികാരം നിയമനിർമ്മാണത്തിന്. സ്റ്റേറ്റ് ലിസ്റ്റിൽ സ്റ്റേറ്റിനാണ് അധികാരം. കൺകറൻറ്റ് ലിസ്റ്റിൽ 2 പേർക്കും ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട 18 ഭൂമിയുടെ അധികാരം. ഷെഡ്യൂളിൽ 18 അതിലേക്കുള്ള നഗ്നമായ കടന്നുകയറ്റമാണ്. അപ്പം നമുക്ക് ഭരണഘടനാപരമായ ഒരു ഭരണഘടനാ ലംഘനം കൂടിയാണ്. ഭരണഘടനയുടെ ഷെഡ്യൂളിൻ്റെ ഉള്ള അധികാരത്തിൻ്റെ, സ്റ്റേറ്റിന് കൊടുത്തിരിക്കുന്ന അധികാരത്തിൻ്റെ ലംഘനം കൂടിയാണ്. അപ്പം നമുക്ക് അവർ പാസ്സാക്കിയാൽ നമ്മൾ അതിനു മുമ്പ് രാഷ്ട്രീയമായ എതിർപ്പ് അറിയിക്കും, സ്റ്റേറ്റിൻ്റെ എതിർപ്പ് നമ്മൾ അറിയിക്കും, എന്നില്ലെങ്കിൽ നിയമപരമായ മാർഗങ്ങൾ തേടും. അല്ല, നമ്മളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സംസ്ഥാനത്തെ ജീവനക്കാർക്ക് സാധാരണഗതിയിൽ കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കും. ഒരു കുറവും വരുത്തില്ല. That I don't know. I am not aware about that. No, I will check. For what? Delimitation. We have a stand. Congress and India Front have taken a stand. That is the same stand we have, political stand. ഞങ്ങൾ ലാസ്റ്റ് വീക്കിലാണല്ലോ UDF യോഗം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വീക്കിലാണ് ചർച്ച വെച്ചിരുന്നത്. അപ്പോഴാണ് ഈ ഫ്ലഡും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് അത് നമ്മൾ ഈ ആഴ്ചത്തേക്ക് അത് മാറ്റിവെച്ചു. നമ്മൾ ചർച്ചകൾ തുടങ്ങി. ഞങ്ങൾ ചർച്ചകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ നിങ്ങൾ തന്നെ ഇങ്ങനെ വാർത്ത ഇടുവാണ്. അത് ഗവൺമെൻറ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വേക്കൻസി ഇല്ലാതെയാണ് അത് ചെയ്തത്. ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടെ, ഇപ്പോൾ സമരം നടക്കുന്നുണ്ടല്ലോ, LPST മറ്റേ UPSC സമരം. അവരിപ്പോൾ തൽക്കാലത്തേക്കൊന്ന് നിർത്തിവെച്ചതാണ്. അതിൻ്റെ സ്ഥിതി നിങ്ങൾക്കറിയോ? അതായത് 500 വേക്കൻസി ഉള്ള സമയത്താണ് ഈ PSC ഇത് ചെയ്യുന്നത്. PSC പരീക്ഷ നടത്തി ഇത് ചെയ്യുന്നത്. 15,000 പേരുടെ ലിസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 500 വേക്കൻസിയുടെ സ്ഥിതി എന്താണെന്നറിയോ? അപ്പോൾ ഈ 500 വേക്കൻസി റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഡിവിഷൻ ഫോൾ 1131 ഉണ്ട്. അതായത് ഡിവിഷൻ ഫോളിലൂടെ ജോലി നഷ്ടപ്പെടുന്ന അധ്യാപകരുടെ എണ്ണം അപ്പോൾ 1131. 1131 വരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം, വേക്കൻസി ഇല്ലാത്ത. അപ്പോഴാണ് 500 അപ്പോൾ 500 വേക്കൻസി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 631 പോലും ഇല്ല. മനസ്സിലായില്ലേ? അതായത്
ഈ 1131 വരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഡിവിഷൻ ഫോൾ ഉള്ളപ്പോൾ ഇപ്പോൾ വേക്കൻസി ഇല്ല, ശരിക്കും വേക്കൻസി ഇല്ല. കാരണം ഈ 500 കഴിഞ്ഞാലും വീണ്ടും 631 വരെ കൂടി പ്രൊട്ടക്ട് ചെയ്യണം. നിലവിലുള്ള 500 വേക്കൻസിയും പിന്നെ 631 വരെ കൂടി പ്രൊട്ടക്ട് ചെയ്യണം. ആ സമയത്താണ് വീണ്ടും പരീക്ഷ നടത്തിയിട്ട് 15,000 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ല, അങ്ങനെ പരീക്ഷ നടത്തുന്നത് തന്നെ ശരിയാണോ? ഇല്ലാത്ത വേക്കൻസിയിൽ പരീക്ഷ നടത്താമോ? ഇല്ലാത്ത വേക്കൻസിയിലാണ് ആ പരീക്ഷ നടത്തിയത്. ഇല്ലാത്ത വേക്കൻസിയിൽ പരീക്ഷ നടത്തി. ഇപ്പം ഈ ഗവൺമെൻറ്റാണ് എൻ്റെ തലയിലായി അത് ഇല്ലേ, നമ്മുടെ മുമ്പിലായി. അപ്പം നേരത്തെ 1:40 ആയിരുന്നു റേഷ്യോ, സ്റ്റുഡൻറ്റ് ടീച്ചർ റേഷ്യോ. പല കാലങ്ങളായിട്ട് അത് കുറച്ചു കൊണ്ടുവന്നു. 1:35 ആയി, 1:30 ആയി. ഇപ്പോൾ 1:25 ആക്കണമെന്നാണ് ഇപ്പോഴത്തെ ഡിമാൻഡ്. 25 കുട്ടികൾക്കൊരു സ്റ്റുഡൻറ്റ്. പിന്നെ നിങ്ങൾക്കറിയാം, സർക്കാർ സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡെമോഗ്രാഫിക് ചേഞ്ചാണ്, അല്ലാതെ പൊതു സംവിധാനത്തിലുള്ള കുറവല്ല. നേരത്തെ തന്നെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ അത് ദൃശ്യമായി തുടങ്ങി. എണ്ണം കുറയാണ്, പല കാരണങ്ങളുമാണ്. റീസൺസ് ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രശ്നമുണ്ട്. ലേറ്റ് മാരേജിൻ്റെ വിഷയങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ എൻറോൾമെൻറ്റ് കുറയാണ് കുട്ടികളുടെ. അതുകൊണ്ടാണ് നമ്മൾ 2 മാസം അവരോട് നമ്മൾ ചോദിച്ചത്. നമ്മൾ അവരോട്, ഞാൻ ഏതെങ്കിലും സമീപകാലത്ത് നിങ്ങളിങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ടോ? 3 പ്രാവശ്യം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സംസാരിച്ചു അവരോട്. ഞാൻ എൻ്റെ ചേംബറിൽ വിളിച്ച് അവരോട് സംസാരിച്ചു. തൽക്കാലത്തേക്ക് 2 മാസത്തേക്ക് നിർത്തിവെക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ഞാൻ കൂടി ആവശ്യപ്പെട്ടിട്ടാണ്, കത്ത് കൊടുത്തു. അവിടെ കൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കൊണ്ടുപോയി സമരപ്പന്തലിൽ കൊണ്ടുപോയി, ഒരു ഗവൺമെൻറ്റും ചെയ്തിട്ടില്ല കേരളത്തിൽ, അവിടെ കൊണ്ടുപോയി കത്ത് കൊടുത്തു. അവർ സമരം ചെയ്യുന്നതിനെ എതിർക്കുമല്ല നമ്മളെ ചെയ്തത്, നമ്മളൊന്ന് പഠിക്കാനുള്ള സമയം ചെയ്തത്, അവരെ അധിക്ഷേപിക്കുകയല്ല ചെയ്തത്. അവിടെ കൊണ്ടുപോയി കത്ത് കൊടുത്തു. അതിനുശേഷം വീണ്ടും വിളിപ്പിച്ചു സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ 5ാമത്തെ 6ാമത്തെ റൗണ്ടാണ് ഗവൺമെൻറ് ഇടപെട്ടത്. അല്ലാതെ സമരക്കാരെ അധിക്ഷേപിക്കുകയോ അവരെ പുച്ഛിക്കുകയോ അവർ സമരം ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്തില്ല. എവിടെ? ഉറപ്പായിട്ട് അത് അവിടെ വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നു എന്നതിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗൗരവതരമായ അന്വേഷണം PSC നടക്കുന്നത്. എനിക്ക് പലതും പറയാൻ പറ്റില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം ഞെട്ടിക്കുന്ന ഇൻഫർമേഷൻസാണ് കിട്ടിയിരിക്കുന്നത്, ഷോക്കിങ്. അതുകൊണ്ടാണ് ഞങ്ങൾ അന്വേഷണം നടത്തുന്നത്. ഞാനിപ്പോൾ അന്വേഷണം നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അതിനെക്കുറിച്ചൊരു കമൻറ്റ് പറയുന്നത് ശരിയല്ല. വളരെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു അന്വേഷണം, ഗൗരവത്തോടു കൂടി ഒരു അന്വേഷണം നടക്കുന്നത്. അല്ല, അതെല്ലാം ഇപ്പോൾ നമുക്ക് പരിശോധിക്കാം തീർച്ചയായിട്ടും.